പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെഫ്ന. ഞാൻ 15 വർഷമായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. MSMI സന്യാസിനി സമൂഹത്തിലെ സഭാംഗമാണ്. കഴിഞ്ഞ 2022 സാധാരണ നടത്തുന്ന ഒരു ചെക്കപ്പിനായിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓവറിയിൽ ചെറിയ സിസ്റ്റ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള ചെക്കപ്പിൽ ഓവറി രണ്ടും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഒരു ലാപ്രോസ്കോപ്പി വഴി അത് നീക്കം ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ഉച്ചവരെയും ജോലി കഴിഞ്ഞാണ് ഞാൻ തിങ്കളാഴ്ചത്തെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഓപ്പറേഷനായിട്ട് അവർ 7 മണിക്ക് എന്നെ ഓപ്പറേഷനായിട്ട് കയറ്റി. അവർ പറഞ്ഞതനുസരിച്ച് 40 മിനിറ്റിന് ശേഷം ഓപ്പറേഷന് ശേഷം കഴിയുമെന്നും ഓപ്പറേഷന് ശേഷം തിരികെ റൂമിലേക്ക് ഇൻറ്റൻസീവ് സെക്ഷനിലേക്ക് കൊണ്ടുവരുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വേറെന്തോ സംഭവിച്ചിട്ടുണ്ടായെന്ന്. ഡോക്ടർ ഉടനെ വന്നു. ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻഡിക്സിൽ വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അത് അപ്പൻഡിക്സ് മുഴുവൻ പഴുത്ത് ഇരിക്കുകയായിരുന്നു. അത് അവർ ലാപ്രോസ്കോപ്പിയിലൂടെ റിമൂവ് ചെയ്തു. എന്നാൽ പെരിറ്റോണിയത്തിൽ ഒരു പച്ച കളറ് പോലുള്ള ദ്രാവകം അവർ കണ്ടതായിട്ട് പറഞ്ഞു. അതവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ലെന്നും ബയോപ്സിക്കായിട്ട് എല്ലാ ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റുകളെല്ലാം അവർ അയക്കുകയും ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. ബയോപ്സിയുടെ റിപ്പോർട്ടിൽ അപ്പൻഡിക്സിലെ ആ മുഴ ക്യാൻസർ ആയിരുന്നുവെന്ന് മനസ്സിലായി. ഇതിന് മുൻപ് ഈ ഓപ്പറേഷന് മുൻപാണ് ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. വളരെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിരിക്കുമ്പോൾ അത്രയും നാളും കൊറോണക്കാരെ പേഷ്യൻറ്റിനെ നോക്കുകയും കൊറോണ പിടിച്ച ആളുകളുമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരിക്കലും എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഈ ആദ്യത്തെ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപ് എനിക്ക് കൊറോണ വന്നു. അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ നീട്ടിവെച്ചു. ഈ നീട്ടിവെച്ച സമയത്ത് ഞങ്ങളുടെ ഒരു സിസ്റ്റർ സാധാരണ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചു. സിസ്റ്റർ വിളിച്ച് ഫോൺ വെച്ചു, വർത്താനമൊക്കെ പറഞ്ഞ്. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വിളിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ഫോൺ വെച്ചിട്ട് ചാപ്പലിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറയുക എന്നെന്ന്. അപ്പോൾ സിസ്റ്റർ എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ഈ ഓപ്പറേഷന് മുൻപ് എന്നോട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കൃപാസനം എന്ന ഒരു വെബ്സൈറ്റിൽ കയറി നോക്കണം, അവിടെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. മാതാവിൽ നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലും വേറെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒത്തിരിയേറെ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ അത്രയും നാളും. എന്നാൽ ഈ സിസ്റ്റർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നോക്കി അത് കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓപ്പറേഷനായി പോകുന്നത്. ഓപ്പറേഷനായി ഞാൻ ചെന്ന ആ ആശുപത്രിയിലും ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പം ചാപ്പലിൽ കയറിയാലും എന്നോട് ആരോ എന്നോട് പറയുവാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറ എന്ന്. അപ്പോൾ എനിക്കെന്തോ കുറച്ചും കൂടി ഒരു വിശ്വാസമായി തന്നെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ ഈ സമയത്ത് കേൾക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് ഈ അപ്പൻഡിക്സ് ക്യാൻസറാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അപ്പൻഡിക്സിലാണ് എന്നത് അവർ ഫിക്സ് ചെയ്തിട്ടില്ല. അവർക്കറിയത്തില്ല എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൻഡിക്സിൽ നിന്ന് എടുത്ത ആ ഭാഗത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നത് മാത്രമേ അന്നേരം അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോരാനായിട്ട് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. ഇവിടെ MBR കോഴിക്കോട് ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു.
അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ്റെ പേര് ഫാദർ ബോബി എന്നാണ്, അച്ഛനിപ്പം മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, അച്ഛനും 4 വർഷമായിട്ട് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ജർമ്മനിയിൽ തന്നെ ചികിത്സിച്ച് അച്ഛൻ്റെ ക്യാൻസർ പൂർണ്ണമായും മാറിയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോയാൽ കാലാവസ്ഥയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് പ്രൊവിൻഷ്യലിനോടും ജനറലിൻ്റെയൊക്കെ തീരുമാനമനുസരിച്ച് ഞാൻ അവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾക്ക് അവിടെ തന്നെ പോയി. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 10 മിനിറ്റ് അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു ഓങ്കോളജിസ്റ്റിനെയും അതുപോലെ തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ തെറാപ്പി, അതിന് പറയുന്നത് ഹൈപെക് തെറാപ്പി എന്നാണ്. അങ്ങനെയുള്ള തെറാപ്പിയുമുള്ള ഒരു ഹോസ്പിറ്റൽ അന്ന് അവിടെ കണ്ടുപിടിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ഇടപെടലാണതെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള ഈ സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം അത് ഓപ്പറേഷൻ്റെ ഈ സമയത്തുള്ള ടൈമുകളിൽ ഒത്തിരിയേറെ പേര് എന്നെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും തന്നെ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ട്, ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ മാതാവ് തീർച്ചയായിട്ടും ഇടപെടുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ നാത്തൂൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, എനിക്കൊരാങ്ങളേ ഉള്ളൂ. അവന് ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ നാത്തൂനോട് ഈ കാര്യം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ നീ കൃപാസനത്തിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ചേച്ചിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞ അന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ചേച്ചി ഇവിടെ വന്ന് പെറ്റ് സ്കാൻ ചെയ്ത് ക്യാൻസർ ഇല്ല എന്ന് ബോധ്യമായാൽ ഞാൻ ചേച്ചീനെയും കൊണ്ട് അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്ന് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരമ്മയും ഒരു കുഞ്ഞും കൂടി വന്നു. ആ അമ്മേനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതിന് മുൻപോ അതിന് ശേഷമോ അവർ വന്ന് വെള്ളം കുടിച്ചു. കൃപാസനത്തിലെ ഒരു പത്രവും കൊടുത്തിട്ട് അവിടുന്ന് പോയി. അന്ന് മുതൽ എൻ്റെ ആങ്ങളെയും അമ്മയും ചാച്ചന് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കൃപാസനത്തിൽ. എന്നാലും ചാച്ചനും ആങ്ങളെയും എല്ലാവരും ഒന്നിച്ച് 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി പോകുന്നത്. 2022 നവംബർ 22-ാം തീയതിയായിരുന്നു എൻ്റെ ഓപ്പൺ സർജറി നടക്കാനിരുന്നത്. ഓപ്പൺ സർജറിക്ക് വേണ്ടി പോകുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് ഞാൻ ഓർത്തു, സാക്ഷ്യങ്ങളിലൊക്കെ എല്ലാവരും പറയുന്നതാണ് കൃപാസനത്തിൽ ഉപ്പ് അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച വസ്തുക്കളൊക്കെ അവരുടെ കയ്യിൽ കാണുമായിരുന്നു. എന്നാൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധ്യതകളുമില്ല അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാനൊന്നും അറിയാത്ത ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. സിസ്റ്ററുമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമൊന്നുമില്ല. സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉപ്പും തേനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇന്നെനിക്ക് കൊണ്ടുതരാൻ പറ്റില്ല, ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പോയി ഈ ഉപ്പും തേനും എടുത്തുകൊണ്ട് വന്നു. ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഓപ്പറേഷന് തൊട്ട് മുൻപ് ഞാൻ ഉപ്പ് എൻ്റെ കയ്യിൽ ഒരു 2 തരി ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഓപ്പറേഷന് മുൻപ് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ എൻ്റെ വയറ് തുറക്കുമ്പോൾ വയറ്റിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല, അവർ അത് അപ്പം തന്നെ പൂട്ടും, അതായത് അങ്ങനെ അവരെന്നെ പെട്ടെന്ന് ഇതാക്കും എന്നാണ് പറഞ്ഞത്. 6 മണിക്കൂർ ടൈമാണ് അവർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 9.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതനുസരിച്ച് 4 ദിവസം എനിക്ക് ഇൻറ്റൻസീവ് ICUവിൽ കിടക്കണമായിരുന്നു. പക്ഷേ ഞാൻ ഇൻറ്റൻസീവിൽ കണ്ണ് തുറന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട്
കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. പക്ഷേ ഞാൻ കണ്ണ് തുറന്ന ഉടനെ തന്നെ അടുത്തുനിന്ന ഡോക്ടറിനോട് ചോദിച്ചു എന്നാണ് എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വയറ്റിൽ ഞാൻ എന്തൊക്കെയാണ് എന്ത് വലിയൊരു അത്ഭുതമാണ് നടന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എൻ്റെ വയറിൻ്റെ ചെറുകുടലിൻ്റെ ഒരു ഭാഗം അവർ കളഞ്ഞു, വൻകുടലിൻ്റെ ഒരു ഭാഗം, മുകളിലേക്ക് കയറുന്ന ആ ഫുൾ വൻകുടൽ, പിന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നൊക്കെ കിടക്കുന്ന ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ എടുത്തു കളഞ്ഞു. പിന്നെ യൂട്രസ്, ബ്ലാഡർ, അങ്ങനെ എല്ലാ ഒരുമാതിരി എല്ലാ വയറ്റിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസറിൻ്റെ സെൽസ് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും ടൈം എടുത്തത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷന് മുൻപ് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യവും പ്രാർത്ഥിച്ച ഒരു കാര്യവുമായിരുന്നു. നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ബോട്ടിൽ മാത്രം ഇടരുത്, ബാക്കി എന്തിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ഞാൻ ആദ്യമേ തന്നെ അതാണ് നോക്കിയത്. അപ്പോൾ അതവിടെയുണ്ട്. അന്നേരം ഞാൻ ഓർത്തു, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചതാണ് കൃപാസന മാതാവിനോട്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക്, ഞാനത് വിശ്വസിച്ചതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസൊക്കെ തന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ആ വിചാരിച്ച ആ സമയം മുതലുള്ള എൻ്റെ റിക്കവറി എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും എന്നെ ശുശ്രൂഷിച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. 4 ദിവസം ICUവിൽ കിടക്കണമെന്ന് പറഞ്ഞ ഞാൻ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ അവിടെ ബെഡിൽ നിന്ന് എണീറ്റ് തന്നെ അടുത്ത ബെഡിലേക്ക് മാറി എന്നെ അവർ അവിടുന്ന് നോർമലായിട്ടുള്ള മുറിയിലേക്ക് ഇത് ചെയ്തു. പിന്നീട് എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എപ്പോഴും എല്ലാ ദിവസവും ഡോക്ടർ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് 7 മണി ആകുമ്പോൾ വന്ന് എന്നെ നോക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ ഒരത്ഭുതം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇത്രയും പെട്ടെന്ന് ഞാൻ റിക്കവറായി വരുന്നത്. 2-ാം ദിവസം തൊട്ട് ഞാൻ ചെറുതായി നടക്കാൻ തുടങ്ങി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ശരീരത്തിലെ ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടും എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അതിൻ്റേതായിട്ട് വന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യ കാലങ്ങളുണ്ടായിരുന്നെങ്കിലും അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷൻസും എനിക്കുണ്ടായിട്ടില്ല. അതിനുശേഷം ഡിസംബർ 23-ാം തീയതി, അതായത് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആ ബോട്ടിൽ അല്ലെങ്കിൽ ബാഗ് വീണ്ടും റിമൂവ് ചെയ്തു. സാധാരണ പോലെ തന്നെയായി. അതെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പേര് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള എല്ലാ മഠങ്ങളിലും ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി കുർബാന ചൊല്ലി, കുർബാനയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ അത്ഭുതവും മാധ്യസ്ഥവുമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് സഹായിച്ചത്. അതിനുശേഷം ഞാൻ കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തിരിച്ച് വന്നു, വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. ട്രെയിൻ ചെയ്യാൻ ഇവിടെ വന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ. പക്ഷേ അന്ന് എനിക്ക് ഒത്തിരി സമയം നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് സാക്ഷ്യം പറയാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതിലൂടെ എനിക്ക് ആധ്യാത്മികമായിട്ട് ഒത്തിരിയേറെ വളരാൻ സാധിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും കൂടുതൽ മാതാവിൽ വിശ്വാസം അർപ്പിക്കുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഒക്കെയായിട്ട് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.